സുഖമിത് മാറും സ്വയ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും. ഓൻ്റെ ആ പാതയാണ് ഞാൻ ഇന്നും കൊണ്ടുനടക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കാക്ക ഒരു പാട്ട് അല്ലെ അതങ്ങനല്ലട അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പൂവൻ പോയി പൂകിയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ. അന്ന് എഴുതാൻ കഴിവുള്ള ആൾക്കാർക്ക് അങ്ങനെ എഴുതാൻ സാധിക്കൂ. ഈ പുണ്യപതി മക്ക മദീന മണ്ണിനെ ഒന്ന് കാട്ടല്ല എന്നാണ് ഫസ്റ്റത്തെ വരി. പക്ഷേ ഈ പ്രശസ്ത ഗായക പാടിയത് പുണ്യപതി മക്ക മദനി മണ്ണിനെ ഒന്ന് കാട്ടല്ല എന്നാണ്. അത് അവർ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിയിൽ പുതിയണ്ണൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ പുതിയാപ്പിളുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടാവും. കാക്ക എഴുതി പാടി പാട്ടായിരുന്നു. ഫസ്റ്റിൽ ഹിറ്റായ ഒരു പാട്ടായിരുന്നു മറിയണ്ട തിരിയണ്ട എന്നുള്ളൊരു പാട്ട്. മൈസൂര് പുരി റോഡ് ബാംഗ്ലൂരും കൂടി കോയമ്പത്തൂര് കണ്ണക്കോട് വേങ്ങര. കുറേ പാട്ടുകൾ പാടി ആസ്വാദകരുടെ ഹൃദയങ്ങളൊക്കെ ഒരു പേരാണ് രണ്ടത്താണി ഇസ്മായിൽ എന്നുള്ളത്. ഹംസ രണ്ടത്താണി ഹംസാക്കയുടെ സഹോദരൻ എന്ന ഒരു വിശേഷണം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഞാൻ ഈ മേഖലയിൽ വരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ വഴി കൂടിയാണ്. ഞാൻ കുടിയിറക്കുന്ന കാലത്ത് എൻ്റെ കാക്ക ഈ ഫീൽഡിലുണ്ട്. അങ്ങനെ കാക്കാൻ്റെ പാട്ടുകളും കാക്കാൻ്റെ ചലനങ്ങളും കേട്ടും പഠിച്ചതാണ് ഞാൻ. പക്ഷെ ഉസ്താദന്മാരില്ല, പഠിപ്പിക്കാൻ ഗുരുനാഥന്മാരൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. കേട്ട് പഠിച്ചൊരറിവാണ്. ആ അറിവിലൂടെ അന്നൊക്കെ തോന്നിയത് കാക്കാൻ്റെ അതേ വോയിസിൽ അല്ലെങ്കിൽ കാക്ക പാടുന്ന അതേമാതിരി ആർമൾബെട്ടിൻ്റെ സ്വരത്തിന് പാടാൻ സാധിച്ചെങ്കിൽ എന്നുള്ളൊരു ചിന്താവിഷയമായിരുന്നു. മൂപ്പര് ആരെങ്കിലും കീഴിൽ പഠിച്ചതാണോ? ഇല്ല, ഇങ്ങനെ തന്നെയാണ്. ഇല്ല, മൂപ്പര് പഴയ കാലത്ത് ഈ റേഡിയോയിൽ മാപ്പിളപ്പാട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ. അങ്ങനെ റേഡിയോ തുറന്നു വെച്ചിട്ട് അല്ലെങ്കിൽ റേഡിയോ നമ്മളെ വീട്ടിലില്ല, എവിടെയെങ്കിലുമൊക്കെ റേഡിയോ ഉണ്ടെങ്കിൽ അവിടെ പോയി തുറന്നു വെച്ചിട്ട് അതിങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെ മാപ്പിളപ്പാട്ടിനോട് ആ ഒരു മുഹബത്ത് വെച്ചിട്ടാണ് മൂപ്പര് ഈ ഫീൽഡിൽ വരുന്നത് തന്നെ. വീട്ടിലന്ന് പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള അങ്ങനെ അന്ന് എല്ലാവരും ഒരുമിച്ചാണ് ജീവിതം. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും വലിയ മോശമില്ല. അപ്പോൾ ഈ റേഡിയോ പാട്ടുകളിലാണ് അങ്ങനെയാണ് മാപ്പിളപ്പാട്ട് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയത് മൂപ്പര്. അതിൽ നിന്നാണ് അവർക്ക് ഈ പാട്ടിനോടുള്ളൊരു പിന്നെ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള താല്പര്യം വന്നത്. അങ്ങനെ കേട്ടിട്ടാണ്. അതിലൂടെയാണ് അവൻ ഈ ഫീൽഡിൽ വരുന്നത്. അപ്പം ഞാനൊക്കെ സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു 7 വയസ്സ് 8 വയസ്സ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ജ്യേഷ്ഠൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ വളരുന്നത്. അന്ന് അതിനോടായിരുന്നു വലിയൊരു മുഹബത്ത്, പാടണം എന്നുള്ളത്. പക്ഷെ ഇന്നും നമ്മൾ പാടുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെതായിട്ടുള്ള വശങ്ങളൊക്കെ ചേർന്നിട്ടാണോ എന്നുള്ളത് അറിയില്ല. പാടുന്നുണ്ട്, അത്രേ ഉള്ളൂ. മൂപ്പര് പഠിച്ചതും മാപ്പിളപ്പാട്ട് തന്നെയാണ്. അതങ്ങനെ തന്നെ. സ്വന്തമായിട്ട് എഴുതിയിട്ടില്ലയോ? സ്വന്തമായിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ട്യൂൺ ചെയ്യും അല്ലേ? അതിപ്പോൾ ഈ മറ്റേ മാപ്പിളപ്പാട്ട് ഉപരിയായിട്ട് ഈ ഒപ്പന അല്ലെങ്കിൽ കോൽക്കളിയിലൊക്കെ ഉപയോഗിച്ചിരുന്നു ആ പാട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കലോത്സവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കലോത്സവത്തിന് പോയതായിട്ട് അല്ല, മൂപ്പരോ അല്ല വേറെ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടോന്ന് കേട്ടിട്ടില്ല. അത് കേട്ടിട്ടാണ് നിങ്ങൾ വളരണത്. പിന്നെ വേറെ ജോലി ഞാൻ ഒരുവിധ ജോലിയൊക്കെ ചെയ്യുന്നു. പക്ഷെ കാക്ക വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. തന്നെയാണല്ലേ അന്ന് ഈ ഫീൽഡിൽ മാത്രം മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ ഈ രണ്ടത്താണി ഹംസയുടെ അനിയൻ എന്നുള്ള ആ ഒരു അഡ്രസ്സ് വിലാസം അത് ഗുണകരമായിട്ട് അതറിയാം അല്ലേ? അപ്പോൾ എവിടെ പോയാലും അതറിയാം. പിന്നെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്? പരിപാടി നമ്മളെ ഈ കേരളത്തിൻ്റെ അകത്തും പുറത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പുറത്ത് ഗൾഫ് രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് അത് പോകല്? അത് എങ്ങനെ ഞാൻ പോയിട്ട് പല ഗ്രൂപ്പുകൾ വെച്ചിട്ട് തന്നെ പല പിന്നെ ചില ഹാളിലൊക്കെ സംഘടിപ്പിച്ച് ചില കൂട്ടുകാരെ നമ്മൾ ക്ഷണിച്ചിട്ട് അങ്ങനെ ചെന്നിട്ട് പല പിന്നെ പ്രോഗ്രാമും ഗൾഫ് നാട്ടിൽ വെച്ചിട്ടുണ്ട്. ദുബായിൽ പിന്നെ ദുബായിൽ അതേമാതിരിക്ക് മറ്റേ എന്താ പറയുക അജ്മാനിൽ പിന്നെ ഫുജറയിൽ അങ്ങനെയൊക്കെ പ്രോഗ്രാം നടത്തി. UAE കൂടുതൽ. അപ്പോൾ ആരെങ്കിലും സ്പോൺസർമാരായിട്ട് കൊണ്ടുപോയത് അങ്ങനെയാണോ? അങ്ങനെ
സ്പോൺസർമാരുടെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്കാണോ ട്രൂപ്പ് അങ്ങനെ? അല്ല, ഞാനിവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയത്. പിന്നെ അവിടെ പാടുമ്പോൾ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവരെ ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ഗൾഫിൽ പാടിയത് ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ട് ഏതാ? ഹിറ്റായി എന്ന് പറഞ്ഞാൽ പറ്റേ ഹിറ്റ പാട്ടായിട്ട് അങ്ങനല്ല, നമ്മൾ അവരിഞ്ഞിപ്പോൾ അത് ഹിറ്റായിട്ട് നമ്മൾ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ നമുക്ക് അവർക്ക് ആവശ്യം നമ്മൾ കാക്കാൻ്റെ പാട്ട് കേൾക്കലായിരുന്നു ഗൾഫിലല്ലേ. പക്ഷെ അതിൽ കൂടുതൽ അന്നും ഇന്നും ഹിറ്റായ ഒരു പാട്ടുള്ളത് കാക്ക മരിക്കണ സമയത്ത് പാടിയൊരു പാട്ടാണ് സുഖമിത് മാറും സുയിപ്പായി തീരും എന്നുള്ള ആ ഒരു പാട്ട്. ഒന്ന് പാടോ? സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. അഹംഭവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ അമരക്കാരൻ സമരക്കാരൻ അമരക്കാരൻ സമരക്കാരൻ അസ്രായേലിൻ്റെ മുമ്പിൽ നിസാരൻ അസ്രായേലിൻ്റെ മുമ്പിൽ നിസാരൻ. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. ഇത് മൂപ്പറിൻ്റെ എഴുതിയതാണോ? അല്ല, അതാ എഴുതിയതാരാ? അത് എഴുതിയത് തിരുരങ്ങടി KT ഇബ്രാഹിം എന്നാണ്. ശരി. പക്ഷെ കാക്ക പാടിയപ്പോഴാണ് ആ പാട്ട് ഹിറ്റായത്. അതെ, പാട്ട് ആദ്യം പറയുന്ന പാട്ട് അത് തന്നെയാണല്ലോ അല്ലേ, ഫസ്റ്റിൽ വരുന്ന പാട്ടുകളിൽ. അത് സംഗീതം ആരതായിരുന്നു? അതൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതുപോലെ ഈ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ മൂപ്പരുടെ കുറേ പാട്ടുകൾ മുസ്ലിം ലീഗിനാണ് തോന്നുന്നു കൂടുതൽ മുസ്ലിം ലീഗിനാണ്. ഈ എടപ്പാൾ ബാപ്പു എന്നുള്ള ഗായകന് അങ്ങനെ ഒരു സാദൃശ്യമൊക്കെ മൂപ്പരുടെ ശബ്ദത്തിൽ അങ്ങനെ എടപ്പാൾ ബാപ്പു ആണ് ഇപ്പം അടുത്ത കാലത്തൊക്കെ ഈ ലീഗിന് പലപ്പോഴും അത് എടപ്പാൾ ബാപ്പു മറ്റേ രണ്ടത്താണി ഹംസാക്കാൻ അനുകരിച്ചതാണോ അങ്ങനെ? അല്ല, അത് ഹംസാക്കാൻ്റെ ട്യൂണുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഹംസാക്കാൻ്റെ കൂടെ അങ്ങനെ പങ്കിട്ടതായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പലരും പറയുമ്പോൾ അത് പിന്നെ രണ്ടത്താണി ഹംസാക്കാൻ്റെ പാട്ടല്ലേ എന്നൊക്കെ അതുണ്ട്. കാക്ക പാടിയുന്ന പാട്ടുകൾ പലതും മൂപ്പരെടുത്ത് പാടിയിട്ടുണ്ട്. ഒരു ശബ്ദ സാദൃശ്യം ഉണ്ട്. ശബ്ദം അത് എങ്ങനെയാണ് ബാപ്പുവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടോടത്തോളം വലിയൊരു മോശപ്പെട്ടുള്ള സൗണ്ടല്ല, നല്ലൊരു വോയിസാണ്. അതിൽ ചില ഭാഗത്ത് നമ്മൾ കേൾക്കാൻ ഇങ്ങനെ എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്, അങ്ങനെയും കേൾക്കുന്നത്. പക്ഷെ എന്താണ് അതിൻ്റെ യഥാർത്ഥം എന്നുള്ളത് ബാപ്പുവിൻ്റെ പ്രോഗ്രാമുകൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കൂടി ഇങ്ങനെ കേൾക്കാന്നല്ല, ഡയറക്റ്റായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ കാക്കയുടെ പാട്ടുകൾ പാടിയത് ഏതാ? പിന്നെ കാക്കാൻ്റെ പാട്ടുകൾ കാക്ക എഴുതി പാടി പാട്ടായിരുന്നു. ഫസ്റ്റിൽ ഹിറ്റായ ഒരു പാട്ടായിരുന്നു മറിയണ്ട തിരിയണ്ട എന്നുള്ളൊരു പാട്ട്. അത് കാക്ക എഴുതിയതാണ്, കാക്കനെ ട്യൂൺ ചെയ്ത് പാടിയൊരു പാട്ട്. മറിയണ്ട തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടു തൂക്കണം. മറിയണ്ട തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടു തൂക്കണം. ഖുർആനും സുന്നത്തിനൊത്ത് ഗുണകം തീയായി വാഴണം. ഖുറൈശി കുല ഹാഷിമിം റസൂലും മത്തായി തീരണം. ഫറലായുള്ള അഞ്ചുകത്തും ശരിയായി നടത്തണം. സത്യസന്മാർഗ വഴിയിൽ മൗത്താവാൻ ശ്രമിക്കണം. മറിയണ്ട തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടു തൂക്കണം. അത് കാക്ക ഇതിലൊക്കെ ഇപ്പൊ ഒരു അവസാന കാലത്തിന്റെ ആണല്ലോ പറയണത്, മരണം അല്ലേ? അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ഒരു ചിന്താവിഷയം പറ്റിയൊരു ഗാനങ്ങളെ കൂടുതൽ പാടിയിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളൂ.
അതായത് ഒരു ഉപദേശ ഗാനങ്ങളായിട്ട് ഇങ്ങനെ ആയിട്ട് പോയതാണ്. പിന്നെ മൂപ്പര് ഗൾഫിൽ കുറേ പരിപാടികൾ അവതരിപ്പിച്ചു. ഇല്ല, മൂപ്പര് ഗൾഫിൽ പോയിട്ടില്ല. ആകെ ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ. അത് പാട്ട് അവതരിപ്പിക്കാനല്ല, അത് പാട്ട് അവതരിപ്പിക്കാൻ തന്നെ പോയത്. അന്ന് നമ്മളെ ഇവിടെ ബ്ലൈൻഡ് ഓർക്കസ്ട്ര മഞ്ചേരി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു പോക്കാണ് പോയത്. അങ്ങനെ കൂടുതൽ മൂപ്പർ കാക്കാക്ക് അവിടുത്തെ കാലാവസ്ഥ ഒന്നും പറ്റാത്തതുകൊണ്ട് തിരിച്ചിക്കണം. മൂപ്പരുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനെ ഒരു പാട്ടുകൾ അങ്ങനെ അത് മുസ്ലിം ലീഗ് പ്രത്യേകം ആവശ്യപ്പെട്ട് അങ്ങനെ ചെയ്യിക്കാറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നെ ആ പാർട്ടിക്കാരെ വിളിച്ചിട്ട് പാടിക്കലായിരുന്നു. ആള് ആ പാർട്ടിയോട് ചായ്വുള്ള ആള് ആയിരുന്നു അല്ലേ? അങ്ങനെയില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ല. ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചില്ല, ഒരു പാർട്ടിനോടായിട്ട് കൂടുതലായിട്ടൊരു ഇതില്ല. അങ്ങനെയല്ല, ഇടതുപക്ഷത്തിനൊക്കെ വേണ്ടി പാടിയിട്ടുണ്ട്. ഏതിനും പാടും, അത് നമ്മളെ ജീവിത മാർഗ്ഗമാണല്ലോ. അപ്പം അതുകൊണ്ട് ഏത് പാർട്ടി ക്ഷണിക്കുന്ന ആ പാർട്ടിക്കൊക്കെ എല്ലാ പാർട്ടിക്കും വേണ്ടി പാടിയിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. പാടിക്കുന്ന പക്ഷേ നമ്മൾ ലീഗിൻ്റെ പാട്ടാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും ഉള്ള പാട്ട് ഏതാ? ഉമ്മമാരെ പെങ്ങന്മാരെ ദേക്കോ ദേക്കോ കോണിച്ചിഹ്നം കണ്ടാലാർക്കും എപ്പോഴും കുളിർക്കും മനം. ഓടി ഓടി വാവാ ഒരു വോട്ട് ചെയ്ത് പോവാ, ഓടി ഓടി വാവാ ഒരു വോട്ട് ചെയ്ത് പോവാ. പിന്നെ രാഷ്ട്രീയ ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ ആക്ക എവിടെയെങ്കിലും സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഏതെങ്കിലും നമ്മളെ ഭയങ്കര ഡിസ്കോ സൗണ്ട്സ് ഉണ്ടായിരുന്നു. അവരെത്തിയിരുന്നിട്ട് അവിടുന്ന് അവിടെ സെറ്റാക്കിയിട്ട് അവിടുന്ന് തന്നെ CD റെക്കോർഡ് ചെയ്ത് കൊടുക്കലായിരുന്നു. അങ്ങനെ കാക്കാൻ്റെ കൂട്ടത്തിൽ പോയിട്ടാണ് ഞാൻ പാടാൻ പഠിച്ചതും എഴുതാൻ പഠിച്ചതും. എഴുതാറുണ്ട്? എഴുതിയിട്ടുണ്ട്. ഏത് പാട്ടാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ ഫസ്റ്റിൽ ഞാൻ എഴുതിയ പാട്ട് എനിക്ക് ആ ട്യൂണിനോട് വലിയൊരു മുഹബത്തായിട്ട് ഞാൻ എഴുതിയതായിരുന്നു. മക്കത്തൂദിത്ത മുത്ത് മുഹമ്മദുവേ മദീന പതിയിൽ ചെന്ന് മറഞ്ഞൊളിവേ, ഹലങ്ങൾ ആകസാദ വിളങ്ങും ജീവേ, അഹദായ റബ്ബിലേറ്റം വാത്സല്യപ്പൂവേ. മിന്നിത്തിളങ്ങും മുത്ത് വിരിഞ്ഞ റോജ, മിന്നാമിനുങ്ങും മുത്ത് മക്കസിറാജ, ഭൂവി നാടുവ മക്കത്തുദിത്ത മുത്ത്, മറഞ്ഞുള്ള ശരീഫന്നിൽ കാണാൻ കൊതിത്ത്. മക്കത്തുദിത്ത മുത്ത് മുഹമ്മദുവേ മദീന പതിയിൽ ചെന്ന് മറഞ്ഞൊളിവേ, ഹലങ്ങൾ ആകെ സാദാ വിളങ്ങും ജീവേ, അഹദായ റബ്ബിലേറ്റം വാത്സല്യപ്പൂവേ. ആ ട്യൂണ് ഞാനൊരു കല്യാണപ്പാട്ടാണ് ഒരാൾ പാടുന്നത് കേട്ടത്. ആ ട്യൂണിനോടുള്ളൊരു മുഹബത്താണ് എനിക്കത് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ ട്യൂണിനനുസരിച്ച് എഴുതി? ആ ട്യൂണ് ഞാൻ ഇഷ്ടം എഴുതിയത്. പാടിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ വേദികളിൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഈ നേരത്തെ ഈ കല്യാണ വീടുകളിൽ, ഇപ്പോഴല്ല, കല്യാണ വീടുകളിലൊക്കെ തലേദിവസം ഈ മൈലാഞ്ചി കല്യാണം എന്നൊക്കെ ആ സമയങ്ങളിലൊക്കെ കാക്ക പോയിട്ടുണ്ടെന്ന്? കാക്കാൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത്? അത് ഇന്ന സ്ഥലം എന്ന് തീർത്ത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഈ മലപ്പുറം ജില്ലൻ്റെ അകത്തും പുറത്തും പോയിട്ടുണ്ട്. ശരി. മലപ്പുറം ജില്ല വിട്ടു പോയിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ, കർണാടക സ്റ്റേറ്റിൽ, പിന്നെ അതേമാതിരിക്ക് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, ലക്ഷദ്വീപ് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കല്യാണ കല്യാണത്തിൽ. അപ്പോൾ ഇന്നിപ്പോൾ ആ പരിപാടികളൊന്നും കൂടുതൽ ഇന്നത് ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ്. ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡാൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഇന്ന് പാട്ടിൻ്റെ മുമ്പായിട്ട് ആട്ടാണ്. അതാണ് ഇന്നത്തെ ഈ യുഗം. നമുക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഈ കല്യാണ രാവുകളിലൊക്കെ പാടുന്നതിൽ ഏത് പാട്ടാണ്? അത് അങ്ങനെ പ്രത്യേകം അങ്ങനെ തിരഞ്ഞെടുത്ത പാട്ടുകൾ? പ്രത്യേക ഇതാ കല്യാണ പാട്ടുകൾ ഉണ്ടാവും, പിന്നെ മൈലാഞ്ചി പാട്ടുണ്ടാവും. അതിൽ ഹിറ്റായ പാട്ട് ഏതാ? അതിൽ ഹിറ്റായത് പിന്നെ കേളിയും കീർത്തിയും മികന്ത ഇങ്ങനെയുള്ള തുടക്കത്തിൽ അറബും മലയാളം കൂടി. അറബി മലയാളം അല്ലേ? മുഴുവൻ മലയാളം അല്ല? ഇല്ലല്ല, അങ്ങനല്ല. അറബ് മലയാളം ചിലപ്പം തമിഴ് വാക്കുകളും ഉൾക്കൊള്ളുന്നുണ്ട്. തമിഴ് മലയാളം ലിപിയാണ് ശരിക്കും. അങ്ങനെയല്ല, അതിൽ കുറച്ച് അറബ് വാക്കുകൾ കൂടി വരും. അത് പിന്നെ ഒരു അറബ് പാട്ട് സ്വന്തമായിട്ട് രചിച്ചിരുന്നു ഞാൻ. അത് കുറേ മുമ്പാണ്. റബ്ബി റബ്ബി അൻത റബ്ബുൽ വറ വജല്ല അൽഹംദുലില്ലാ റബ്ബൽ ആലമീൻ അല്ലാഹ്
ബിക ഹസ്ദാജിറു യാ ഹാദിയം മിൻ അർദാ അഹ്ദാവ് നബിക അഹ്ദാവ് സിറതിക അജ്മാവ് അല സില്ലിൻ ദഹവതിക ശിറൻ അദ്റാക അലൻ റൂഹൻ അസ്ഹബിക റബ്ബി യാ റബ്ബി അൻത റബ്ബുൽ വറാ വജല്ല അൽഹംദുലിക റബ്ബൽ ആലമീൻ അല്ലാഹ് ബിക ഹസ്ദാജിറു യാ ഹാദിയം മിൻ അർദാ. ഇങ്ങനെയുള്ളൊരു പാട്ട് പഴയ കാലത്ത് നമ്മളെ മറ്റേ ആ ട്യൂണിൻ്റെ ഒരു പാട്ട് പറഞ്ഞില്ല, മുത്തായ ബീബീനിൻ്റെ മുല്ലപ്പൂങ്കാവനത്തിലുള്ള ആ പാട്ടിൻ്റെ ട്യൂൺ വെച്ചിട്ട് അത് സ്വന്തമായിട്ട് എഴുതി തന്നെയാണ്. അറബ് പിന്നുള്ളത് പിന്നുള്ള അതിലും പഴയ കാലത്ത് പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നത് അന്നൊന്നും ഹാർമണി ഇതൊന്നും ഇല്ല. അന്ന് ഈ വട്ടപ്പാട്ടാണ്, ഈ കോളാമ്പി കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടുള്ള അതൊരു വീശിപ്പാളം ഉണ്ടാക്കിയിട്ട് അതൊരു 10-12 ആൾക്കാരുണ്ടാവും ഒരു ടീം. അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിയിൽ പുതിയണ്ണിൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ പുതിയാപ്പിളിൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടാവും. എന്നിട്ട് പുതിയണ്ണ് വരുമ്പോൾ പുതിയണ്ണിൻ്റെ വീട്ടിലത്തെ പാട്ടുകാർ ഇങ്ങോട്ട് പുതിയാപ്പിളിൻ്റെ കൂടെ വരണം. എന്നിട്ട് ഈ പുതിയാപ്പിളിൻ്റെ കൂടത്തെ പാർട്ടിയും പുതിയണ്ണിൻ്റെ കൂടത്തെ പാർട്ടിയും കൂടെ ഒരുമിച്ചിട്ട് അവിടെ നിന്നിട്ട് പാടും. ഒരു മത്സരം. ആ മത്സരം അത് അന്ന് പറഞ്ഞ ഒരു ബുക്ക് പാട്ടുകളാണ്. ബുക്ക് ഹംസ സീറ എന്നൊക്കെ പറഞ്ഞ ബുക്കുകളുണ്ട്. ആ ബുക്കത്തെ പാട്ട് ഞാനിപ്പോൾ ഹംസ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് ഒരു പാട്ട് പാടിയാൽ അത് ആ പാട്ടിൻ്റെ അടുത്ത പാട്ട് ഏതാ വെച്ചാൽ ആ പാട്ട് പാടണം എത്ര കക്ഷി. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ ഒല വെട്ടി വൈമുളങ്കാം ഒലത്തൈ വെട്ടി മുളങ്കാം വിള്ളും സുറുസുറുണ പന്തൽ ഗുബില വളകളും സംഗീതമേ വികുരാവത് വരുവത് മംഗളം കൊത്തുബല്ലിതർക്ക മീനാം വള്ളൊരു ചെറുപ്പ അതിൽ ബഹു പുതുമയമ്മ രാഹുൽ അതിൽ ബഹു പുതുമയമ്മ. ഇതാണ് കോളാമ്പിമ്മ പറ്റിയിട്ട് പാടുന്ന പാട്ട്. അല്ല അയിമെന്നൊക്കെ ഇങ്ങനെ ആ ബുക്ക് പാട്ടത്തിന് ലേശം പുരോഗമിച്ച് വന്നതായിരുന്നു. സാഹിത്യരുൾമോയന്നിൽ ആബുൽ ഖാസിമേ സാഹിത്യരുൾമോയന്നിൽ ആബുൽ ഖാസിമേ सरमलर कालों में तरदुदर पलों में दासम शेख मदारकुम संजलों में साहित्य तरुण मोयन्निल അബുൽ ഖാസിമേ. ഇതൊക്കെ പഴയ കാലത്തെ കുട്ടിപ്പാട്ട് ഒന്നൊക്കെ അതായിട്ട് രംഗത്ത് കഴിഞ്ഞാൽ അതിന് ആളെ കിട്ടൂല. ഇന്നിപ്പോ ഏതൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മള് ഏറി മദഹുകളാണ് അല്ലെങ്കിൽ കല്യാണ പാട്ടുകൾ ഇപ്പോഴും പോയി പാടാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ പിന്നെ മാപ്പിളകളുടെ ആസ്ഥാനാണ് മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടി. അതുപോലെ എടരിക്കോട് പറയുമ്പോൾ നമ്മൾ കോട്ടക്കലിനോട് ചേർന്ന് നിൽക്കുന്ന കോട്ടക്കൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോട്ടക്കൽ ആര്യശാല അല്ലെങ്കിൽ കഥകളി എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് ഈ എടരിക്കോട്ടേക്ക് പോയതുകൊണ്ട് മാപ്പിളകലകൾ. അല്ലെങ്കിൽ അതുകൂടി കോട്ടക്കലിനോട് യോജിക്കേണ്ട സംഭവമാണ്. അപ്പോൾ ആലിക്കുട്ടി കുരുക്കൾ, കടായിക്കൽ കോയക്കുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ കുറേ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഈ മോയിൻകുട്ടി സ്മാരകത്തിൻ്റെ ഉപകേന്ദ്രം കോട്ടക്കൽ തുടങ്ങേണ്ട ഒരു തീർച്ചയായിട്ടും അല്ലേ അത്യാവശ്യമാണ്. കാരണം അവിടെ നമ്മുടെ നിങ്ങളെ നാട്ടുകാരൻ കൂടിയായ ഹുസൈൻ അണ്ടത്താണി സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ ഈ ചർച്ച വന്നിരുന്നു കോട്ടക്കൽ തുടങ്ങണം എന്നുള്ള അതിനൊരു രൂപരേഖ. പക്ഷെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു, മൂപ്പര ചാർജ് ഇവിടുന്ന് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്തായാലും അതല്ല വിഷയം. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ KMK വെള്ളയിൽ കോട്ടക്കലുണ്ടായിരുന്നു. ഒക്കെ ഒരു മാപ്പിളക്കല രംഗത്തൊക്കെ പുറത്തൊക്കെ അറിയപ്പെട്ട കുറേ ആളുകളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ രണ്ടത്താണിയാണെങ്കിലും എടരിക്കോടാണെങ്കിലും ഒക്കെ അടുത്ത നാടുകളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഒരു സ്വാധീനം ഏതെങ്കിലും തരത്തിൽ? അത് ഇവരുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഇവരെ പാട്ട് പാടിയിട്ട് എന്നുള്ളതല്ല പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ആലിക്കുട്ടി ഗുരുക്കളൊക്കെ ഗുരുക്കളുടെ പാട്ടുകളാണ് കാലങ്ങളായിട്ട് സംസ്ഥാന കലോത്സവത്തിനടക്കം കോൽക്കളിക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? മാപ്പിളപ്പാട്ട് എന്തിനും ഉപയോഗിക്കുന്നത്. ആലിക്കുട്ടി ഗുരുക്കൾ നല്ല എഴുത്തുകാരനാണ്. യേശുദാസ് അടക്കം പാടിയിട്ടുണ്ട്. എഴുത്തുകാരനാണ്. അതേമാതിരി കടായിക്കൽ കോയക്കുട്ടി ഉസ്താദ് നല്ല എഴുത്തുകാരനാണ്. പിന്നെ നെല്ലാപറമ്പം മീതിമുട്ടി, ഇവരൊക്കെ പാട്ടിൻ്റെ വരികൾ അത് കോർത്തി ഇണക്കി പാട്ട് അന്ന് ആ കാലത്തിൻ്റെ തന്നെ
രചയിതാക്കന്മാരെ മാതിരത്തെ രചയിതാക്കന്മാരൊന്നില്ല എന്ന് തന്നെ പറയണം. അവരൊക്കെ ഒരു പാട്ട്, ഇപ്പോൾ ഈ ആലിക്കുട്ടി കുരുക്കള ഒരു പാട്ട് ഇന്ന് പ്രശസ്തി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ കേട്ട ആ പാട്ട്, ആളെ നമ്മൾ പറയാൻ പാടില്ല. ആ പാട്ട് ആലിക്കുട്ടി കുരുക്കൾ എഴുതിയ പാട്ടാണ്. പുണ്യപതിമക്ക മദിന മണ്ണിന് ഒന്ന് കാട്ടല്ല അല്ലാ, ഒന്ന് കാട്ടല്ല. അണ്ണൽ നബിയെ പീറന്ന ഉമ്മുൽ ഖുറ ഒന്ന് കാട്ടല്ല അല്ലാ, ഒന്ന് കാട്ടല്ല. ഈ പുണ്യപതി മക്ക മദിന മണ്ണിനെ ഒന്ന് കാട്ടല്ല എന്നാണ് ഫസ്റ്റത്തെ വരി. പക്ഷേ ഈ പ്രശസ്ത ഗായക പാടിയത് പുണ്യപതി മക്ക മദനി മണ്ണിനെ ഒന്ന് കാട്ടല്ല എന്നാണ്. ഈ മദനി മണ്ണിൻ്റെ പൊരുളെന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഉസ്താദ് എഴുതിയത് പുണ്യപതി മക്ക മദീന മണ്ണിനെ കാട്ടല്ല എന്നാണ്. അതായിരിക്കണം അതിൻ്റെ ശരിയായ വശം അല്ലേ. പിന്നെ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പാട്ട് ഞാൻ കേട്ട്, മറ്റേ പാറും കിളിയനെ കഅബ കണ്ടോ, പാടയ കറുത്തൊരു അജറ് കണ്ടോ, പാടും ഇബ്രാഹിം മഖാമ് കണ്ടോ. അത് എന്താണ് അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. ഈ ഇബ്രാഹിം മഖാമ് പറഞ്ഞാൽ അങ്ങനെ ഈവുള്ള ജന്തുവൊന്നുമില്ല. ഇബ്രാഹിം മഖാമ് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പടുക്കാൻ അത് കല്ലെടുത്ത് കൊടുക്കാൻ വേണ്ടി കയറി നിന്നൊരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു കാൽപാദമുണ്ട്, ഒരു കാലിൻ്റെ പാദമുണ്ട്. അത് അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നേരിൽ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതാണ് രചന അതവിടെ വായിത്തി പറയണത്. പാറും കിളിയെ നീ കഅബ കണ്ടോ. കഅബൻ്റെ അടുത്തുള്ളതാണ് അജറുൽ അസ്വദ്. അജറുൽ അസ്വദ് കറുത്തതാണ്. പാറും കിളിയെ നീ കഅബ കണ്ടോ, പാടെ കറുത്തൊരു അജറ് കണ്ടോ. അതിൻ്റെ അടുത്തുള്ളതാണ് ഇബ്രാഹിം മഖാമ്. അപ്പോൾ ആ ചോദ്യമാണ് പിന്നെ ഉസ്താദ് ചോദിക്കുന്നത്, പാദം ഇബ്രാഹിം മഖാമ് കണ്ടോന്നാ. അത് പാട്ട് പാടി 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 ഓരോരുത്തരത് പാടും ഇബ്രാഹിം മഖാമ് എന്നാക്കി. ഇന്നിപ്പോൾ ആ കൗമിനോട് നമ്മൾ അത് അങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞാൽ നടക്കൂല. കണ്ണ് കൊണ്ട് കണ്ണി കാണാൻ വിധി കൂട്ടുക. കണ്ണ് കൊണ്ടാണ് നമ്മൾ കണ്ണി കാണുള്ളൂ അല്ലേ. കൽബുകൊണ്ട് കാണുമോ, ഹൃദയം കൊണ്ട് നമ്മൾ കാണുമല്ലോ. കാഴ്ച നമ്മൾ കണ്ണുകൊണ്ടാണ്. ആ കണ്ണ് കൊണ്ട് കണ്ണി കാണാൻ വിധി കൂട്ടല്ല എന്നാണ്. പക്ഷേ ഈ കുട്ടി പാടിയത് അവിടെ ജഡ്ജസ്റ്റുമാരുണ്ട്. പക്ഷെ ജഡ്ജസ്റ്റുമാർ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ ജഡ്ജസ്റ്റുമാരെന്ന് ആ കുട്ടിക്ക് പിന്നീട് ഇത് അപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴും ഇത് പറഞ്ഞു കൊടുത്തിട്ട് അത് പിന്നെ പാടി തിരുത്തിക്കണമെന്ന് പിന്നെ വീണ്ടും ഞാൻ ആ കുട്ടീൻ്റെ പാട്ട് കേട്ടപ്പോഴും അങ്ങനെ തന്നെ പാടണത്. നമ്മൾ ജഡ്ജസ്റ്റുമാരെ നമ്മൾ കുറ്റം പറയില്ല, പക്ഷെ ചിലപ്പോൾ അവർക്കും അറിയില്ല, അറിയാത്ത വർഷമുണ്ടാവും പഴയ പാട്ടുകളും. അതെ, ഇപ്പോൾ അക്ഷരം കൊണ്ട് മായാജാലം തീർത്ത ഒരു രചനയാണ് അബ്ദുറസാഖ് ഹാജി മസ്താൻ. അബ്ദുറസാഖ് ഹാജി മസ്താന് മുഹയ്യദ്ദീൻ ഷേഖിനെ പറ്റി എഴുതിയ കുറച്ച് പാട്ടുകളുണ്ട്. യാ ഗൗസ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, യാ ഷേഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും എഴുതുന്ന ആൾക്കാർ വളരെ കുറവാണ്. മാപ്പിളപ്പാട്ടിന് 1-2 വർമ്മങ്ങളുണ്ട്. മാപ്പിളപ്പാട്ട് എഴുതണമെങ്കിൽ 2-3 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് പിന്നെ ആദ്യം, മദ്യം, അന്ത്യം, ഇങ്ങനെ 3 സ്ഥാനമുണ്ട്. അതെന്താണ് ഈ 3 സ്ഥാനം, എന്താണ് ഈ 3 സ്ഥാനം കൊടുത്തതെന്ന് വെച്ചാൽ, ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്നുള്ളൊരു അക്ഷരം കൊണ്ട് ഒരു പാട്ട് എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ ആ നടുമധ്യത്തിലും വരണം ഒരു ആ. അത് ഈ കമ്പി കമ്പി പ്രാസങ്ങൾ തന്നെ കമ്പിണ്ട്, പ്രാസമുണ്ട്, ഇടക്കമ്പിണ്ട്, കമ്പില്ല കമ്പിണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള പാട്ടിൽ അത് പറയണില്ല. എന്നാൽ മറ്റുള്ള പാട്ട് പഴയ കാലത്ത് അത് പ്രാസൊപ്പിച്ച് എഴുതിയെന്ന് സിനിമാ പാട്ടുകളുണ്ടായിരുന്നു. പുല്ലരാനാകുമ്പോൾ പൂനോടെ തുടക്കണം. പൂവൻ പോയി പൂകിയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ. അന്ന് എഴുതാൻ കഴിവുള്ള ആൾക്കാർക്ക് അങ്ങനെ എഴുതാൻ സാധിക്കൂ. ഇന്ന് അങ്ങനത്തെ രചയിതാക്കന്മാർ ഇന്നത്തെ ഗാനങ്ങളാണ് ഞാൻ പറയുമ്പോൾ ഇത് സന്ദർഭയോജിതമായിട്ടുള്ള ഗാനങ്ങളാണ്. ഇപ്പോൾ ഈ രണ്ടത്താണി ഹംസ എന്നുള്ള ആ ഒരു ഗുരുസ്ഥാനീയനായ ഏട്ടൻ്റെ ശബ്ദ സാദൃശ്യമാണ് താങ്കൾക്കുണ്ട്. ഓൻ്റെ ആ പാതയാണ് ഞാൻ ഇന്നും കൊണ്ടുനടക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കാക്ക ഒരു പാട്ട് അല്ലെ അതങ്ങനെ അല്ലട അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല.
അത് പറഞ്ഞു തരാതെ തന്നെ കാക്കാൻ്റെ ഒപ്പം കൊണ്ടുവന്നിട്ട് കണ്ടറിവിനേക്കാളും ഏറ്റവും വലുതാണ് കൊണ്ടറിവ്. ആ കൊണ്ടറിവാണ് എനിക്ക് ഓൻ പകർത്തി തന്നത്. ഈ ഞാൻ ഫസ്റ്റിൽ എഴുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഞാൻ അവൻ്റെ കൂടെ പോയിട്ട് ഞാൻ ഫസ്റ്റിൽ പാടിയ സമയത്ത് ഓൻ ആ വേർഡ്സ് ഇങ്ങനെ നോക്കിയിട്ട് ഇതാരടാ എഴുതിയത്? ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയതാണ്. കുഞ്ഞുവിൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഭാവി ഉണ്ട്, അത് നാശാക്കരുതായിരുന്നു. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടും ആ പാട്ട് എന്നിട്ടാണ് ഈ പാട്ട് എഴുതിയിട്ടും കൂടി ഉള്ളത്. അതും കൂടിയാണ് നോക്കേണ്ടത്. അതെ, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്? അതെ, മലയാളത്തിൽ തന്നെ. രണ്ടത്താണി ഹംസാക്കയുടെ പാട്ടുകൾ, അദ്ദേഹത്തിന് അനിയൻ നിലയിൽ കുറേ പാട്ടുകൾ പാടി. അതിൽ ആത്മീയമായുള്ള കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടി മതപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ, കോമഡി, പല ഇതിലുണ്ട്. അത് കുറച്ച് പാട്ടുകൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടും. കോമഡി കാക്ക ഫസ്റ്റിൽ കോമഡി ഇറക്കിയതിൽ ഹിറ്റായ ഒരു പാട്ടാണ്. മൈസൂര് പൂരി റോഡ് ബാംഗ്ലൂരും കൂടി കോയമ്പത്തൂർ കണ്ണക്കോട് വേങ്ങര പൂന ബോംബായി കുളമ്പും നാദപുരം കൊച്ചി കൊല്ലം ചങ്ങണശ്ശേരി തൃക്കനാപുരം. മൈസൂര് പൂരി റോഡ് ബാംഗ്ലൂരും കൂടി കോയമ്പത്തൂർ കണ്ണക്കോട് വേങ്ങര പൂന ബോംബായി കുളമ്പും നാദപുരം കൊച്ചി കൊല്ലം ചങ്ങണശ്ശേരി തൃക്കനാപുരം. തിരൂരങ്ങാടി കോട്ടക്കൽ പാലക്കാടും പതിക്ക് ഇരുക്കൂറും പരപ്പനങ്ങാടി പുതുപ്പടിക്ക് ചുണ്ടാവൈ തിരുനീലഗേരി മേപ്പാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റടകുളം വടകര പൊന്നാണി താനൂരിലേക്കും തളിപ്പറമ്പും പറവണ്ണ തലശ്ശേരി തിരൂരിലേക്കും ദ്വീപുകൾ മാനന്തവാടി എടരിക്കോട് കുറ്റിയാടി വണ്ടൂരും നിലമ്പൂരടവണ്ണ മൈസൂര് പൂരി റോഡ് ബാംഗ്ലൂരും കൂടി കോയമ്പത്തൂർ കണ്ണക്കോട് വേങ്ങര. ഈ മംഗളം പാടി അവസാനിപ്പിക്കും. മംഗളം പാടുക എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്ത് നമ്മൾ കല്യാണ വീട്ടിൽ ചെന്നാൽ അവർ ഓരോരുത്തരുടെ പേര് എഴുതി തരും. ആ പേര് വെച്ച് പാടണം. ആ വധുവിന്റെ അങ്ങനെയാണ്. അത് അങ്ങനെ എല്ലാ ഇന്നൊന്നില്ല. ആ വീട്ടിലെ എല്ലാവരുടെ പേരുണ്ടാവും. ആ ബന്ധുക്കളുടെ പേര് ഇങ്ങനെ എഴുതി തന്നാൽ പേരും അവരെ വീട്ടുപേരും നാടും എഴുതി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈ പുള്ളുവൻ പാട്ട് മറ്റേതൊക്കെ പാടുന്ന കുട്ടികളെ നാവൂർ പാട്ടൊക്കെ പാടും. അതെ 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 അതെ. അപ്പം അന്നത്തെ കാലത്ത് അതെങ്ങനെ പാടിയെന്ന് വെച്ചാൽ മറ്റേ ചൊല്ലിടുന്നു മംഗളം വന്നുള്ള മാരനും ഞങ്ങൾ കൂടിയോരിലും വന്ന തോയന്മാരിലും ഇസദസിൽ വന്ന കാവികാരുണർക്കും മറ്റു ചെണികേരായി വന്ന ജനങ്ങൾക്കും ഇമ്പമോടെ ഞങ്ങൾ മംഗളം പാടുന്ന ഹൈലവല വീസുവാനായി മറുകടലിലയ്യ ഇങ്ങനെയുള്ള കോമഡികളൊക്കെ ചേർത്തിട്ട് എന്നാണ്. പിന്നെ അവിടുന്നാണ്ട് വേറൊരു പേര് നമ്മൾ അങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. ഇപ്പൊ ഈ മംഗളം പാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആ വീട്ടുകാർ എല്ലാവരും അതിപ്പോ നമ്മൾ എത്ര ആൾക്കാർ പേരാണ് അവർ എഴുതി തന്നെ അത്രയും പേര് ആൾക്കാർ പാടുന്ന വ്യക്തിത്വങ്ങള് അത് അവര് മനഃപൂർവ്വം ശ്രദ്ധപൂർവ്വം നിൽക്കും. ആരെ പേരാണ് ഇപ്പൊ ഈ പറയുന്നത് എന്നിട്ട് അവര് പ്രതിഫലം അതിന് പ്രതിഫലം. നോട്ടുമാല നോട്ടുമാല അങ്ങനെ നോട്ടല്ല, നോട്ട് കൂടുന്ന ഇട്ട് തരും. അന്നത്തെ പഴയ കാലത്ത് എന്താ ചെയ്യും, ഒന്നൊക്കെ വലിയ ടർക്കിയോ ടവലൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ ഇട്ട് തരിക. അത് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ പൈസ കൊടുന്ന് തരിക. അതല്ലെങ്കിൽ ചൈന കൊടുന്ന് ഇട്ട് തരിക. ആ ചൈന എടുത്തുകൊണ്ടുപോകുമ്പോൾ അത് നോട്ടുമാല എന്നുള്ളത് അന്നൊരു വലിയൊരു പ്രയോഗമായിരുന്നു അല്ലേ? ഇപ്പൊ അങ്ങനെ ഇപ്പോ പിന്നെ ഇങ്ങനെ മറ്റേ എന്താ ഗസലായാലും മറ്റുള്ളവരും എന്തെങ്കിലും കേട്ടാ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. എന്തായാലും ഇന്നത്തെ പരിപാടി. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിര വാഴ്വ്, അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിര വാഴ്വ്, അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അടിതെറ്റിക്കും ഇബിലീസ്, അടിച്ചിറക്കും നോട്ടീസ്, അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാലാപ്പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ്. പക്ഷെ ഈ പാട്ടില് ചില വ്യക്തിത്വങ്ങൾ പാടുന്ന ഒരു വിഷയങ്ങളുണ്ട്. ഞാനിതിൽ തെറ്റായൊരു ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട്.
അന്തസ്സുള്ള ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിരവാഴ്വ്, അവധി എടുത്ത് മരിച്ചാൽ പിന്നെ എന്ന് പറയുന്ന കുറച്ച് പാട്ടുകാരുണ്ട്. നമുക്ക് മരിക്കാൻ എവിടുന്ന് നമ്മൾ അവധി എടുക്കുക? അങ്ങനെ ഒരു വിഷയം, അതിലൊരു പ്രശ്നം അല്ലേ? അത് തെറ്റായൊരു വാശമാണ്. അവധി എന്നുള്ളത് അവധി എടുക്കുക, അവധി നമുക്ക് എന്തായാലും ഉണ്ട്. അത് ഏതാണ് അതിന്റെ സമയം നമുക്കറിയില്ല. മരിക്കാൻ വേണ്ടി അവധി എടുക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അന്തസ്സുള്ള ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിരവാഴ്വ്, അവധി എടുത്ത് മരിച്ചാൽ പിന്നെ എങ്ങനെ ഈ മരിക്കാൻ നമ്മൾ അവധി എടുക്കല്? എവിടുന്നാണ് ആ വരികളിലൊരു പ്രശ്നം. അപ്പം അത് ചില വിഷയങ്ങൾ എന്താണ്, അതിൻ്റെ പൊരുളെന്താണെന്ന് അറിയാതെ കാണിക്കാം. ഇപ്പം സുഖം ഇത് മാറും സുയിപ്പായി തീരുന്നുള്ള പാട്ടിൽ പല ആൾക്കാർക്കും ഞാൻ ചിലപ്പം ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ പലർക്കും വിട്ടു കൊടുക്കലുണ്ട്, എഴുതി കൊടുക്കലുണ്ട്. അതിൽ ചിലർ കണ്ടത് കുളിപ്പിച്ചു കോടി പുടവയൽ മൂടി കർപ്പൂരം പനനീര് ചൂടി. ഈ പനനീരും പനിനീരും രണ്ടാണ്. പനനീര് പറഞ്ഞാൽ കള്ളാണ്, പനിനീര് പറഞ്ഞാൽ അതൊരു സുഗന്ധമാണ്. അതാണ് ഈ മയ്യത്തിൻ്റെ മുകളിൽ കേൾക്കുന്നത്. അതിന് ഈ പനനീര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അംസാക്കയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു കേട്ടൻ. അതെ. ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ രംഗത്തുള്ള ആളുകളാണോ? അങ്ങനെ ഈ രംഗത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ ഏറ്റവും അറിയപ്പെട്ടത് ജ്യേഷ്ഠനാണ്, ഹംസനാണ്. പിന്നീട് കാക്കാനുള്ള കാലത്ത് തന്നെ ഹംസാക്കാൻ്റെ മൂത്തത് ഒരാളുണ്ട്, എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, മൊയ്തീൻ എന്ന് പറഞ്ഞ ആൾ. അത്യാവശ്യം പാടും, പെട്ടി വായിക്കും, തബല വായിക്കും, പാടും. മൂപ്പര് ഈ ഫീൽഡിൽ തന്നെ മൂപ്പര് മരണപ്പെട്ടു പോയി. പിന്നെ ഉള്ളത് ഒന്ന് എൻ്റെ അനുജനാണ്. എൻ്റെ അനുജനും ഈ ഫീൽഡിലുണ്ട്, തബല വായിക്കും. ആളിവിടെ നാട്ടിലുണ്ട്. അല്ല, ഓൻ താമസം ഇവിടെ പാലത്തറയാണ്. സെയ്ദ് എന്നാണ് പേര്. വായിക്കും, തബല വായിക്കും. പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനൊക്കെ പോവും. പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് സ്കൂൾ ബസ്സിൽ ഒരു എന്തോ ഒരു വേക്കൻസി ഉണ്ട്, അതിൽ പോകും മൂപ്പര്. അങ്ങനെ ഓണത്. പിന്നെ ഈ ഫീൽഡിലുള്ളത് എൻ്റെ കാക്കാൻ്റെ ഹംസകാക്കാൻ്റെ ഒരു മകനാണ്, അസ്കർ പറയും. അസ്കർ കണ്ടെത്തന്നെ തെറ്റില്ല, നല്ല പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് അവന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പാട്ടിൻ്റെ ഫീൽഡിൽ ഇതിൽ പറയാൻ നോക്കത്തിലുള്ളത് ഇപ്പോൾ ഞാനും ഈ അസ്കറും തന്നെ ഉള്ളൂ പാടാനായിട്ട്. അസ്കറാണ്, ഓട്ടോ ഡ്രൈവറാണ്, വണ്ടിയിൽ പോകും ഉണ്ട്. അത്രേ ഫാമിലി ഉള്ളു. പിന്നെ ഇപ്പം എൻ്റെ മൂത്ത പെങ്ങൾ ഉണ്ടായിരുന്നു, അവൾ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം അവൾ നിർത്തിവെച്ച്. പിന്നെ എൻ്റെ ഒരു മകന് ഉണ്ട് ഈ ഫീൽഡിൽ, പിന്നെ സക്കരിയ മുല്ലപ്പറമ്പ് പറയും. മൂപ്പര് ഈ ആൽബത്തിലൊക്കെ പിന്നെ വലിയ പ്രസിദ്ധിയായിരുന്നു. മകനാണ് പിന്നെ സക്കരിയ മുല്ലപ്പറമ്പ് പറയും. അപ്പം അത്രയും ആൾക്കാരിപ്പോൾ നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഉള്ളൂ. പിന്നെ എൻ്റെ ഉമ്മ പഴയ കാലത്ത് കുറേയൊക്കെ പാടിയുന്ന ആളാണ്. ഇമ്മ അതേമാതിരി തന്നെ ഈ വട്ടപ്പാട്ടിനൊക്കെ പാടിയിരുന്നു. എൻ്റെ അമ്മ അവർക്ക് എതിർകക്ഷിൻ്റെ അടുത്ത് എന്തൊക്കെ കുറച്ച് ഫാൾട്ടുകൾ വന്നപ്പോൾ എതിർകക്ഷിക്ക് മറുപടി ആയിട്ടൊരു പാട്ട് പാടി. പാട്ട് കൊണ്ടും ചൂട്ട് കെട്ടി മോത്തടിക്കും ഞാനടി, നിൻ്റെ മോത്തടിക്കും ഞാനടി. പാട്ട് പാടാൻ വന്നവളാണെങ്കിൽ പാട്ട് പാടി പോവടി, അത് പൈസ വാങ്ങി പോവടി. ഇങ്ങനെ എടി എടി എന്ന് വിളിച്ചിട്ട് പരിഹസിച്ചിട്ട് സ്വന്തമായിട്ടുണ്ടാക്കി. അപ്പം ആ ഒരു താപജാണ് ഉമ്മാൻ്റെ ഒരു താപജാണ് നമുക്ക്. പക്ഷെ ഉപ്പാൻ്റെ താപജിൽ ഒരു കുടുംബത്തിലാരും ഈ ഫീൽഡിലില്ല. ഉമ്മയുടെ കൂടെ ശരിക്കും എവിടെയാ? ഉമ്മാൻ്റെ നാടാണ് അച്ചിപ്പുറ. ബാപ്പൻ്റെ വീട് താന്നൂർ ക്ലാച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഉണ്ടോല്ല ഒരു വമ്പത്തി കുണ്ടോട്ടിക്കാരി ഒരുത്തി, കണ്ടോലെ പാഞ്ഞി തല്ലണ ഒരു പിരാന്തത്തി. ഒരു കുറി മണ്ടോളം എൻ്റെ നേരെ പത്തി വീടർത്തി. ഉണ്ടോല്ല ഒരു വമ്പത്തി കുണ്ടോട്ടിക്കാരി ഒരുത്തി, കണ്ടോലെ പാഞ്ഞി തല്ലണ ഒരു പിരാന്തത്തി. ഒരു കുറി മണ്ടോളം എൻ്റെ നേരെ പത്തി വീടർത്തി. ഇതൊക്കെ കോമഡികളാണ്. ഇനിയുള്ളൊരു ഭാവിയിൽ വരാൻ പോകുന്ന ആ ഒരു ഭാവി അതിലെന്താണ് നമുക്ക് ഇതിൽ എനിക്ക് എൻ്റെ ഭാവി എന്താ വെച്ചാൽ നമ്മളെ ജീവിതം, നമ്മൾ പോണ ഈ റൂട്ട്, നമ്മൾ ചെയ്യണ ഈ ജോലി, നമ്മളെ ഈ മേഖല മറ്റുള്ളവർക്കൊരു പിന്നെ അവർക്ക് ഒരു പ്രയോജനമുള്ളൊരു വിഷയമായി തീരണം. അതാണ് എൻ്റെ ആഗ്രഹം.
അതൊരു ജഡ്ജസ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ശരി, ആരാണെങ്കിലും ശരി, പാർട്ടി എഴുത്തുകാരനാണ് ശരി, ആരാണെങ്കിലും ശരി, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിലും താന്ന് നിൽക്കുന്നവരെ നമ്മൾ ഈ മേഖലയ്ക്ക് കൈ ഒടിച്ച് കൊണ്ടുവരണം. ഇപ്പം എൻ്റെ അറിവിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് ഈ അങ്ങാടിയിലും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ പാടിയിട്ട് ഉപജീവിതമാർഗം. ഇന്നിപ്പോൾ നമ്മൾ ഒറ്റടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണൂർ ഷെരീഫ് അല്ലെങ്കിൽ സീനത്തിന് അല്ലെങ്കിൽ ഇവരെ കൊടുങ്ങാണ് അവരെ ഈ പേരും പ്രസിദ്ധിയുള്ള ആൾക്കാർ മാത്രം തിരഞ്ഞെടുത്തിട്ട് ഇവർക്കൊരു അംഗീകാരം കൊടുക്കണ ഒരു പ്രവണതയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കൊടുക്കണ്ടെന്നല്ല, അത് അർഹത. പക്ഷെ ഈ വക ആൾക്കാരെ ഒരു നേരത്തെ ഉപജീവിത മാർഗത്തിന് വഴിയാത്ത കലാകാരന്മാർ ഒരുപാടുണ്ട്. അവരെ തേടി പിടിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പരിതപ്പം തീർത്തിടന്നിൽ പെരിയവനെ പരനോട് അനുദിനം തേടിടുന്നേ, പരസ്പരം സൗഹൃദത്തിൽ വസിച്ചിടണേ, പരസ്പരം സൗഹൃദത്തിൽ വസിച്ചിടണേ, പതിവായി സൽക്രമങ്ങൾ ചെയ്തിടണേ.